ബാഗൽകോട്ട് വഴി വിജയപുരയിലേക്കുള്ള യാത്രയാണ് മുരുഡേശ്വർ കൂടി കാണാമെന്ന ആഗ്രഹം ജനിപ്പിച്ചത്. അങ്ങനെ ആദ്യം തന്നെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തു. മംഗളൂരു, ഉടുപ്പി, കുന്താപുര, ബൈന്ദൂർ പിന്നിട്ട് സുഹൃത്ത് റഫീഖിൻ്റെ കിയാ സെൽറ്റോസ് വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ശിലാസ്മാരകങ്ങൾ നെഞ്ചേറ്റിയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തിരുശേഷിപ്പുകളും ജീവിതമുറങ്ങുന്ന തെരുവുകളും ജൈന കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന നഗരവീഥികളുമുള്ള നഗരമാണ്. വണ്ടി ബഡ്കൽ കഴിഞ്ഞു. ഇനി കുറച്ചു ദൂരം കൂടി ഓടിയാൽ മുരുഡേശ്വറിലെത്തും. ഗേറ്റ് കടന്നപ്പോൾ തന്നെ നല്ല തിരക്ക് കണ്ടു. നടന്നു പോകുന്ന ആളുകൾ പാത മുഴുവൻ കൈയടക്കിയിരിക്കുന്നു. സൂചി കുത്താനിടമില്ലാത്തിടം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ദൂരെ നിന്ന് തന്നെ കണ്ടു അറബിക്കടലിലെ മഹാവിസ്മയം തല ഉയർത്തി നിൽക്കുകയാണ്. മുരുഡേശ്വർ ക്ഷേത്രം കാണുന്ന കാഴ്ചയിൽ തന്നെ അത്ഭുതം തോന്നും. 3 വശവും കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ആരീസിൻ്റെയും ചെരുവിൻ്റെയും മൊബൈലുകൾ പല പോസിലേക്കും ചലിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് വെറുമൊരു ഗ്രാമം മാത്രമായിരുന്നു മുരുഡേശ്വർ. ആര്യൻ ഷെട്ടി എന്ന മനുഷ്യസ്നേഹിയുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് അറബിക്കടലിൻ്റെ തീരത്ത് മുരുഡേശ്വർ ക്ഷേത്രം ഉയർന്നു പൊങ്ങിയത്. കടലിനോട് ചേർന്ന് ഇത്തരമൊരു വിസ്മയം സൃഷ്ടിച്ചത് ഈ നാടിനെ ഒന്നാകെ മാറ്റുകയായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് രാമനാഗപ്പ ഷെട്ടി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് മുരുഡേശ്വര ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതുയുഗം പിറക്കുന്നത്. SK ആചാരി എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ 1977 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒപ്പം ശിവൻ്റെ കൂറ്റൻ ശില്പവും 20 നിലകളുള്ള രാജഗോപുരവും ഷെട്ടി തന്നെ മുൻകൈയെടുത്ത് പണിയിപ്പിച്ചു. 123 അടി ഉയരമുള്ള ശിവൻ്റെ ശില്പം ഷിമോഗ സ്വദേശിയായ കാശിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ശില്പികൾ കോൺക്രീറ്റിൽ തീർത്തതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയായി കണക്കാക്കുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായുള്ള കൈലാഷ്നാഥ് മഹാദേവ് എന്ന 143 അടി ഉയരം വരുന്ന ശില്പമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ച 249 അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ്. ഗോപുരത്തിൻ്റെ കവാടത്തിൽ 2 ഗജവീരന്മാരുടെ ശില്പങ്ങളുണ്ട്. ക്ഷേത്രഗോപുരവും ക്ഷേത്രങ്ങൾക്കൊപ്പം ലോകത്തെ ഞെട്ടിച്ച ശിവപ്രതിമയും എന്നും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട തീർത്ഥാടക വിനോദസഞ്ചാര കേന്ദ്രമായി മുരുഡേശ്വർ മാറിയിരിക്കുന്നു. യാത്ര പുറപ്പെടുന്നവർക്ക് നല്ല അനുഭവമായിരിക്കും മുരുഡേശ്വർ സന്ദർശനം. പ്രാർത്ഥനയ്ക്ക് ശേഷം ആഘോഷമാക്കാൻ കടൽ തീരം, സാഹസികത നുണയാൻ സ്പീഡ് ബോട്ട് യാത്ര, കുട്ടികൾക്ക് കളിക്കാൻ മനോഹരമായ പാർക്ക്. ഇന്ത്യയിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുരുഡേശ്വർ ക്ഷേത്രം തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന കാരണം ഇതാണെന്ന് എനിക്കും തോന്നി. ക്ഷേത്രത്തിന് മുന്നിലെ രാജഗോപുരത്തിന് മുകളിൽ കയറാൻ അനുമതിയുണ്ട്. ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ് എടുത്ത് ഗോപുരത്തിൻ്റെ ലിഫ്റ്റുകളിൽ പ്രവേശിക്കാം. രാത്രി തന്നെ ബാഗൽകോട്ട് എത്താനുള്ളത് കൊണ്ട് മുരുഡേശ്വറിൽ നിന്നും ഞങ്ങൾ മടങ്ങി. ട്രെയിൻ മാർഗം വരുന്നവർക്ക് മാംഗ്ലൂർ, മുംബൈ, കൊങ്കൺ റെയിൽവേ റൂട്ടിൽ മുരുഡേശ്വറിൽ തന്നെ സ്റ്റേഷനുണ്ട്.